നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിൽ ആരാ തെറ്റ്? സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? അവര് ഞാൻ പറയാണ്, തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എനിക്ക് വൈൽഡ് സെക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറിക്കുകയാണ്. ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതല്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഒരുത്തന്റെ കൂടെ സ്നേഹമാണെന്ന് പോയി കിടന്നിട്ട് അവന്റെ കൂടെ ലൈഫ് എൻജോയ് ചെയ്ത് തിരിച്ചു വന്നിട്ട് അവനെ പിടിച്ച് ജയിലിനകത്താക്കുന്ന മാന്യതയാണ്. അന്തരാളത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് നോവലിസ്റ്റ്. നേരത്തെ മാഡം പറഞ്ഞു, ഷഹനാസ് മാഡം പറഞ്ഞു, സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ എങ്ങനെയാ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ചരിത്രം അങ്ങനെയാണോ പറയുന്നത്? ജൂലിയസ് സീസറെ ആരാ മാനിപ്പുലേറ്റ് ചെയ്തത്? ക്ലിയോപാട്ര അല്ലേ? ഇതൊക്കെ ചരിത്ര സത്യങ്ങളല്ലേ? ഒരു സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, പല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു, എന്നിട്ട് അവരെ ആദ്യം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോ ആ സ്ത്രീക്ക് തന്നെ അറിയില്ല സെക്സ് എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീ അടുത്ത പ്രാവശ്യം വീണ്ടും അവരുമായിട്ട് നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരം കീറി മുറിക്കുന്നു. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ശരീരം കീറി മുറിച്ചുകൊണ്ട് വൈൽഡ് സെക്സ് ആണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിച്ച് ഷാരോനെ കൊല്ലുമ്പോഴും ഗ്രീഷ്മയും അവനോട് ലൈംഗികത അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു. കഷായം കലക്കി കൊടുത്ത് ഷാരൻ വിഷം കഴിച്ച് ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മരിക്കുമ്പോഴും ആ ഗ്രീഷ്മയെ തെള്ളി പറയാൻ തയ്യാറാവാതെ അവളെ കുറ്റപ്പെടുത്താതെ നിൽക്കുന്ന ആണുങ്ങളും ഉണ്ടായിട്ടുണ്ട്. കിട്ടിയല്ലോ. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാമോ? വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. പക്ഷെ നിങ്ങൾ അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആക്രമിക്കുന്ന ആളുകൾ ആരാണ്? പുരുഷന്മാരെ ആക്രമിക്കുന്നതിൽ കണക്കുകൾ നോക്കൂ. സ്ത്രീയിലും പുരുഷനിലും കള്ളത്തരം ചെയ്യുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഒരു കേസ് നിങ്ങൾ ആലോചിക്കൂ. ആ സ്ത്രീയുടെ ശരീരത്തെ പോലും വെറുതെ വിടാതെ മാന്യത ഒരു സ്ത്രീ ഒരുത്തം പോയിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് വന്ന് ഞാൻ ഒന്ന് കല്യാണം കഴിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു സ്ത്രീയും വരത്തില്ല. അവന്റെ ചൗക്കുറ്റി അടിച്ച് പൊളിക്കും. മാന്യതയുള്ള ഏത് സ്ത്രീയും അത് ചെയ്യത്തുള്ളൂ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏത് ക്രൂരതയും സ്ത്രീയും ചെയ്യും, പുരുഷനും ചെയ്യും, എല്ലാവർക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം. പറഞ്ഞ മനസ്സിലല്ലേ? ഒരു ക്രൂരത സ്ത്രീ ചെയ്യുന്ന പുരുഷന് ചെയ്യാം. എനിക്കുള്ള എല്ലാ വികാരങ്ങളും ഒരു സ്ത്രീക്കും ഉണ്ടാവും. ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്ക് നല്ല പണിയായി ഇത് കൊടുത്തിരിക്കുന്നത്, ഒരു സംശയവും ഇല്ല. അത് തന്നെ പറയാനുള്ളത്. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ